തുടർച്ചയായ 4-ാം ദിവസവും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 376 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 22,000-ന് മുകളിൽ വ്യാപാരം അവസാനിപ്പിച്ചു. പിന്തുണച്ച് ഓട്ടോ, IT, ഫാർമ ഓഹരികൾ. 10 വർഷത്തിനിടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6% മുകളിലെത്തുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. ചൈനയിൽ നിന്ന് ദക്ഷിണേന്ത്യൻ രാജ്യത്തേക്ക് കൂടുതൽ നിക്ഷേപം നടത്താൻ സാധ്യത. ദേശീയ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിലെ സ്വകാര്യ മേഖല നിക്ഷേപം ത്വരിതപ്പെടുമെന്നും റിപ്പോർട്ട്. പേടിഎമ്മിന് വീണ്ടും പ്രഹരം. ഫാസ്ടാഗ് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ള ബാങ്കുകളുടെ പട്ടികയിൽ നിന്ന് പേടിഎം പേയ്മെന്റ് ബാങ്കിനെ നീക്കം ചെയ്ത ഇന്ത്യൻ ഹൈവേ മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ്. 32 അംഗീകൃത ബാങ്കുകളിൽ നിന്ന് ഫാസ്ടാഗുകൾ വാങ്ങാനും നിർദ്ദേശം. പ്രതിരോധ മേഖലയ്ക്ക് 80,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം. തീരുമാനം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലിൽ. സൈനിക ഉപകരണങ്ങൾക്കൊപ്പം എയർ ഡിഫൻസ് കൺട്രോൾ റഡാർ വാങ്ങുന്നതിനും അനുമതി. റഷ്യൻ സോക്കോൾ ഓയിലിന്റെ ഇറക്കുമതി പുനരാരംഭിച്ച് ഇന്ത്യ. എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ സോക്കോൾ ഓയിൽ വാങ്ങിയതായി റിപ്പോർട്ടുകൾ. ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. തുടർച്ചയായ 4-ാം ദിവസവും വിപണി കരുത്ത് തെളിയിച്ച് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. സെൻസെക്സ്, നിഫ്റ്റി സൂചികളിലൊക്കെ തന്നെ 1% വീതമുള്ള നേട്ടമാണ് ഈ ആഴ്ച ഉണ്ടായത്. ഓട്ടോ, ഫാർമ, IT ഓഹരികളുടെയൊക്കെ ഒരു ശക്തമായ പിന്തുണ ഇന്ന് വിപണിയിലുണ്ടായി. ഇന്ന് മാർക്കറ്റ് നിലവിൽ വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ സൂചികളിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി ഒരു പോസിറ്റീവ് സിഗ്നലിലാണ്. അതിന്റെ സൂചികളിലൊക്കെ തന്നെ ഒരു ഗ്രീൻ സിഗ്നലാണുള്ളത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചിയായ നിഫ്റ്റിയിൽ 129 പോയിന്റ് ഉണർവിൽ 22,040 പോയിന്റിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ 165 പോയിന്റ് ഉണർവിൽ 46,384 പോയിന്റിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ആയാലും നിഫ്റ്റി സ്മോൾ മിഡ് ക്യാപ് സൂചികളിലൊക്കെ തന്നെ ഏകദേശം 1% ഓഹരികളുടെ ഒരു വളർച്ചയാണ് ഇന്നുണ്ടായത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് വരികയാണെങ്കിലും അവിടെയും വളരെ നല്ല രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം പ്രകടമായിരുന്നു രാവിലെ മുതൽ തന്നെ. സെൻസെക്സിൽ 376 പോയിന്റ് ഉണർവിൽ 72,426 പോയിന്റിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തുന്നത്. ഗുഡ് ഈവനിങ് ശ്രീ പോൾ തോമസ്. ഇന്നത്തെ ചോദ്യം നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുമാണ്. നമ്മൾ പ്രേക്ഷകർക്ക് മാർക്കറ്റ് വ്യൂവിലേക്ക് ചോദ്യം ചോദിക്കാൻ അവസരം നൽകിയിരുന്നു. 24ന്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജ് വഴി മാർക്കറ്റ് വ്യൂവിലേക്ക് ചോദ്യം ചോദിക്കാം. അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും നല്ല ചോദ്യത്തിന് സമ്മാനവും ഒപ്പം തന്നെ ആ ചോദ്യത്തിന് ഒരു ഉത്തരം വെള്ളിയാഴ്ച നൽകുമെന്നും പറഞ്ഞിരുന്നു. ആ ചോദ്യത്തിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. സിനോം സാം കോശിയുടെ ചോദ്യമാണ്. വാർത്തകൾ വിപണിയെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് സ്വാധീനിക്കുന്ന വാർത്തകളെയും സംഭവങ്ങളെയും എങ്ങനെ മനസ്സിലാക്കുകയും നിക്ഷേപം നടത്തുകയും ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ വാർത്തകളും സംഭവങ്ങളും മാർക്കറ്റിനെ സ്വാധീനിക്കും. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, റഷ്യ-ഉക്രൈൻ വാർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മാർക്കറ്റ് താഴോട്ട് പോയി. ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസമോ ആ താഴ്ച ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് കയറി. കോവിഡ് വന്നപ്പോഴും അതുപോലെ തന്നെയാണ്. ഇങ്ങനെ എല്ലാ മാർക്കറ്റുകളും എല്ലാ സംഭവങ്ങളും അല്ലെങ്കിൽ ന്യൂസുകളും മാർക്കറ്റിനെ ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ സ്വാധീനിക്കും. പക്ഷേ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം പലപ്പോഴും എല്ലാം ശരിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും മാർക്കറ്റ് അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്തായിരിക്കും. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള പല ന്യൂസുകളും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു കാര്യം. എന്നാലും ജനറലായിട്ട് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട റൊട്ടീനായിട്ട്, ഇപ്പോൾ ജനറലായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഇനി റൊട്ടീനായിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് വരുന്ന ചില ന്യൂസുകളിലേക്ക് കിടക്കാം. ഒന്ന്, ഒരു കമ്പനിയുടെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ അവരുടെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുമ്പോഴാണ്. എന്നാൽ എല്ലാ ക്വാർട്ടറിലും, അതായത് 3 മാസം കൂടുമ്പോൾ കമ്പനികളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കണം എന്ന് നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വാർട്ടർലി പെർഫോമൻസ് നോക്കിയിട്ട് കമ്പനി ഇപ്പോഴെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഇയർ ഓൺ ഇയർ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ, ക്വാർട്ടർ ടു ക്വാർട്ടർ ഉണ്ടായിട്ടുള്ള അവരുടെ പെർഫോമൻസിലുള്ള വ്യത്യാസങ്ങൾ, ഇത് നമുക്ക് മനസ്സിലാക്കി നമുക്ക് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, വേൾഡ് മാർക്കറ്റിലുള്ള മൂവ്മെൻറ്റ്. പ്രധാനമായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ US മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ വേൾഡിൽ മറ്റ് എല്ലാ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു മാർക്കറ്റ്.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാർക്കറ്റുകളിൽ വലിയ വീഴ്ചകളോ അല്ലെങ്കിൽ ഉയർച്ചകളോ വരുമ്പോൾ അതും നമ്മുടെ വിപണിയെ സ്വാധീനിക്കാറുണ്ട്. ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ്, ഹോങ്കോങ് മാർക്കറ്റ് ഒക്കെ നമ്മൾ ഒരു പരിധിവരെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ ഒരു കാര്യമാണ്. 3, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസികൾ നമ്മളെ ബാധിക്കും. കാരണം റിസർവ് ബാങ്കിൻ്റെ പോളിസികളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക, കുറയ്ക്കുക തുടങ്ങിയുള്ള പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ഇൻഫ്ലേഷനെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ നിശ്ചയിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്ന് പറയുമ്പോൾ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോണുകളുടെ ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കമ്പനികളെ സംബന്ധിച്ചോളം കുറയും, അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രോഫിറ്റബിലിറ്റി കൂടും. എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ പ്രോഫിറ്റബിലിറ്റി കുറയും. അപ്പോൾ ഇത് കമ്പനികളെ ബാധിക്കുന്നതുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസികൾ നമ്മൾ വളരെയധികം കീനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഷെയറുകളിൽ, അതുപോലെ ഷെയറുകളിൽ മറ്റൊരു കാര്യം പൊളിറ്റിക്കൽ ന്യൂസാണ്. പ്രത്യേകിച്ച് നമുക്കിപ്പം ജനറൽ ഇലക്ഷനൊക്കെ അടുത്ത് വരുമ്പോൾ കേന്ദ്രത്തിൽ സുസ്ഥിരമായ ഒരു ഭരണം കാഴ്ചവെക്കുന്ന ഒരു നല്ല ഗവൺമെൻറ് ഉണ്ടാകണം എന്നുള്ളതും നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിന് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ സ്പെസിഫിക്കായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിനെയും ഇൻവെസ്റ്റ്മെൻറ്റിനെയും ബാധിക്കും. നന്ദി ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. എന്തായാലും നിക്ഷേപകരൊക്കെ തന്നെ സസൂക്ഷ്മം സമീപകാല സംഭവങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ നേട്ടം നിലനിർത്താൻ വിപണിക്ക് അടുത്തയാഴ്ച സാധിക്കുമോ എന്നെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കിക്കാണാം. ഇന്ന് സംഭവിച്ചതുമായി അനുജ തുടരും.